ഹദീസ് ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനും അനുവദനീയമല്ല അൻ യഹ്ജുറ അഖാഹു, തന്റെ സഹോദരനെ പിണങ്ങി നിൽക്കാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരാളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ഫൗക സലാസി ലയാൽ, 3 ദിവസത്തിൽ കൂടുതൽ, 3 ദിവസത്തിലേറെ ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹദീസ് പഠിച്ചോളെ. 3 ദിവസം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യരാണ് നമ്മൾ, ഇമോഷനുകൾ ഉള്ളതാണ്, വികാരങ്ങൾ ഉള്ളതാണ്. നമ്മൾക്ക് നമ്മുടേതായ ചില സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പം ചില ദേഷ്യം പിടിക്കലുകൾ ഉണ്ടാവാം, ചിലപ്പം ചില പിണക്കങ്ങൾ വന്നു പോയേക്കാം, സ്വാഭാവികമാണ്. അത് 3 ദിവസത്തിലേറെ നീളാൻ പാടില്ല, 3 രാത്രിയിലേറെ നീണ്ടു നിൽക്കാൻ പാടില്ല. എന്നിട്ട് മുത്തുനബി പറയാട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, യൽതഖിയാനി, 2 പേരും പരസ്പരം വഴിയിൽ കണ്ടുമുട്ടും. ഫയുരിലു ഹാദാ വയുരിലു ഹാദാ, ഇവൻ അവന്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു കളയും, അവൻ മറ്റവന്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു കളയും. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, അങ്ങനെ 2 ആള് തമ്മിൽ പിണങ്ങി പരസ്പരം മുഖാമുഖം നോക്കുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല, ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മാറി മാറി നടക്കുകയാണ്, രണ്ടും കിബറ് കാട്ടി നടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കല്യാണ വീട്ടിൽ നിന്ന് 2 ആളും കണ്ടുമുട്ടിയിട്ടുണ്ട്, ജുമഅക്ക് വന്നപ്പം പള്ളിയിൽ നിന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്, സൽക്കാരത്തിന് പോയ വീട്ടിൽ നിന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്, ഇറച്ചിക്കടയിൽ നിന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടും മുഖാമുഖം നോക്കുന്നില്ല, പരസ്പരം തിരിഞ്ഞു കളയുകയാണ്. ആ 2 എണ്ണത്തിൽ ഏറ്റവും ഖൈറായത് ആരാണെന്നറിയുമോ? ആ 2 ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആദ്യം അങ്ങോട്ട് പോയി ആരാണോ സലാം പറയുന്നത്. 2 ആള് തമ്മിൽ പിണങ്ങിയാൽ, 2 ആള് തമ്മിൽ പിണങ്ങിയാൽ ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്നിട്ട് സലാം പറയാൻ മനസ്സ് കാണിക്കുന്നത്, അവനാണ് അള്ളാഹുവിന്റെ അരിയിലെ അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത് ആദ്യം സലാം പറഞ്ഞ് തുടങ്ങുന്നവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിണങ്ങാൻ എളുപ്പമാണ്, പെട്ടെന്ന് പിണങ്ങും. നന്നായി കിട്ടാൻ കാലങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് പിണങ്ങിയാൽ 2 ആളെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണെന്നറിയോ? മിക്ക പിണക്കങ്ങളും ശരിക്ക് ശ്രദ്ധിച്ചോളൂ. 2 ആള് തമ്മിൽ പിണങ്ങിയാൽ 2 ആളുടെ ഉള്ളിലും ഓനൊന്ന് ഇങ്ങോട്ട് വന്ന് അവനൊന്ന് ഇങ്ങ് വന്ന് സലാം പറഞ്ഞാൽ അങ്ങോട്ട് മിണ്ടായിരുന്നു, അവനൊന്ന് ഇങ്ങോട്ട് വന്ന് ചിരിച്ചു കിട്ടിയാൽ അങ്ങോട്ട് ചിരിക്കായിരുന്നു എന്നാണ് 2 ആളെ മനസ്സിലും. പക്ഷെ അങ്ങോട്ട് പോയി ചിരിക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് പോയി ചിരിക്കാൻ നമ്മുടെ കിബർ അനുവദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യം കിബർ മാറ്റിവെച്ചിട്ട് സലാം പറയുന്നവൻ ആരാണോ അവനാണ് 2 ആളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി.